ഈ ലാഹോറി മട്ടൻ കറി അല്ലെങ്കിൽ പാകിസ്ഥാനി സ്റ്റൈൽ മട്ടൻ കറി ഇതിപ്പോൾ മട്ടൻ ഹന്തിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ചെറിയ ജീരകം ഒന്നുകൊണ്ട് ചൂടാക്കിയെടുക്കുക. അതിലോട്ട് സവോള ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മട്ടൻ, ഉപ്പ്, ഒരു കപ്പ് ചൂടുവെള്ളം എല്ലാം കൂടി ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ മട്ടൻ ഒരു 90% കുക്കാവണം കേട്ടോ. എന്നിട്ട് അതൊന്ന് വേറെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, തൈര് എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് പച്ചമുളക് നടുവേ കയറിയതും പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാധാ മസാലകൾ ഒക്കെ തന്നെ ചേർത്തിട്ടുള്ളത്, എന്നാൽ പോലും വ്യത്യസ്ത ടേസ്റ്റാണ്. കുറുമയുടെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എണ്ണ മുകളിൽ തെളിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ ഹന്തി എന്ന് പറയുമ്പോൾ അത് കുക്കിംഗ് സ്റ്റൈലിന് ഡിഫറെൻ്റ് ആണ്. വേറൊരു പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കുക്കറിലാണ് തയ്യാറാക്കുന്നത് നമ്മുടെ എളുപ്പത്തിനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഞാൻ തേങ്ങാ പത്തിരിയുടെ കൂടെ അത് കോമ്പിനേഷൻ ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല.